ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to 2π cos raised to 5 dx. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 0 to 2π cos raised to 5x dx. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ് ചെയ്താലും കുഴപ്പമില്ലാതെ നമുക്കറിയാം. ശരിയാണോ? റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ് ചെയ്യാൻ പറ്റും. എപ്പോൾ? ഇൻ്റഗ്രൽ 0 to a വന്നാൽ. 0 to a തന്നെയാണല്ലോ ഇത്. സോ റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല, കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും സെയിം ഫങ്ഷൻ തന്നെ വീണ്ടും കിട്ടും എനിക്ക്. അത് ചെയ്ത് സമയം കളയണ്ട, ഞാൻ പറഞ്ഞുതരാമല്ലോ. എക്സിന് പകരം 2π മൈനസ് എക്സ് എഴുതിയാലേ, ഞാനിത് ഇവിടെ സൈഡിലായിട്ട് എഴുതി കാണിച്ചു തരാം. എക്സിന് പകരം എ മൈനസ് എക്സ് ചെയ്യുമ്പോൾ നോ ചേഞ്ച് ആണ് വരണതെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എക്സിന് പകരം 2π മൈനസ് എക്സ് എഴുതുമ്പോൾ ഫങ്ഷൻ റിമെയിൻസ് സെയിം. ചെയ്ത് കാണിച്ചു തരാം. കോസ് റേസ്ഡ് ടു 5 2π മൈനസ് എക്സ് വരും. എക്സിന് പകരം എന്ത് 2π മൈനസ് എക്സ് കൊടുത്താൽ നമ്മളെ പ്രോപ്പർട്ടി കോസ് 2π മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ് ആണോ മൈനസ് കോസ് എക്സ് ആണോ? കോസ് 2π മൈനസ് എക്സ് കോസ് എക്സ് ആണ്. എങ്ങനെ മനസ്സിലായി? 2π മൈനസ് എക്സ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2π വരെ എത്തുന്നില്ല, അതിന് മുമ്പേ സ്റ്റോപ്പ് ചെയ്യാണ്. 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2πനേക്കാൾ സ്വല്പം കുറവാണ്. അപ്പോൾ അത് ഫോർത്ത് ക്വാഡ്രൻ്റിലുള്ള ആംഗിളാണ്. കോസ് ഓഫ് ഫോർത്ത് ക്വാഡ്രൻ്റ് പോസിറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻ്റിൽ കോസ് പോസിറ്റീവാണെന്ന് പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് 2π മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് ഓഫ് ഫോർത്ത് ക്വാഡ്രൻ്റ് പോസിറ്റീവ്. അതുകൊണ്ട് കോസ് 2π മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ് നായി. റേസ്റ്റ് 5 ഉണ്ടല്ലേ, അത് എഴുതി. സെയിം ഫങ്ഷൻ തന്നെ നമുക്ക് കിട്ടും. ശരിയല്ലേ? സെയിം. അതായത് ഞാൻ എന്താ പറഞ്ഞത്, റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല ഫങ്ഷനിൽ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാനത് പ്രോപ്പർട്ടി ആയിട്ട് എഴുതുന്നില്ല, ഇതധികം യൂസ് വരാറില്ല, അതുകൊണ്ട് ഇത് പ്രോപ്പർട്ടി ആയിട്ട് എഴുതണില്ല, ഓർത്ത് വെച്ചാൽ മതി. എക്സിന് പകരം എ മൈനസ് എക്സ് ചെയ്തപ്പോൾ സെയിം ഫങ്ഷൻ തന്നെ വീണ്ടും കിട്ടിയെങ്കിൽ തന്നിരിക്കുന്ന ഇൻ്റഗ്രേഷൻ എങ്ങനെ എഴുതുന്നു പറയട്ടെ. 2 ടൈംസ് ഇടാം, ഓർത്ത് വെച്ചാൽ മതി. 2 ടൈംസ് ഇടാം. ഇൻ്റഗ്രൽ 0 to മുകളിലുള്ള ലിമിറ്റിൻ്റെ ഹാഫ് എടുക്കുക. ഇവിടെ 2 ടൈംസ് എടുക്കുമ്പോൾ മുകളിലത്തെ ഹാഫ് എഴുതണം, അത്ര ഓർത്താൽ മതി. 2πയുടെ ഹാഫ് എത്ര? 2πയുടെ ഹാഫ് പൈ ആണ്. ഈ പ്രോപ്പർട്ടി എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. 0 to a ഫോമിൽ വന്നപ്പോൾ റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ് ചെയ്തപ്പോൾ സെയിം ഫങ്ഷൻ തന്നെ വീണ്ടും കിട്ടിയെങ്കിൽ മാത്രം ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്? 2 ടൈംസ് ഇടാം. 0 to അപ്പർ ലിമിറ്റിൻ്റെ ഹാഫ് എടുത്ത് എഴുതാം. 2 ടൈംസ് ഇടുമ്പോൾ മുകളിലുള്ളതിൻ്റെ ഹാഫ് എടുത്ത് എഴുതണം. ഇങ്ങനെ എഴുതി. ഇപ്പോഴും ഇത് ഇൻ്റഗ്രൽ 0 to a ഫോമിൽ തന്നെയാണ് അല്ലേ? ശരിയല്ലേ? ഇൻ്റഗ്രൽ 0 to a ഫോമിൽ തന്നെയാണ്. നമുക്ക് റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ് ചെയ്താൽ ചേഞ്ച് വരും, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലത്തേക്ക് 2 ഉൾപ്പെടെ ഇരിക്കട്ടെ. 2 ഉൾപ്പെടെ ഇതിനെ ഞാൻ അയിന്ന് എഴുതിക്കോട്ടെ. 2 മാറ്റി നിർത്തണ്ട, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയാലോ. 2 ടൈംസ് എന്നാണല്ലോ ക്വസ്റ്റ്യൻ, അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to π കോസ് റേസ്ഡ് 5x dxനെ ഞാൻ അയിന്ന് ഡിനോട്ട് ചെയ്യാണ്. വി ക്യാൻ റീപ്ലേസ് എക്സ് ബൈ എ മൈനസ് എക്സ്. ഇപ്പോഴത്തെ എ പൈ ആണെന്നുള്ള കാര്യം മറക്കണ്ട. എക്സിന് പകരം എ മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നോ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും 2 ടൈംസ് ഇടേണ്ടി വരും. ചേഞ്ച് വരും, ഞാൻ കാണിച്ചു തരാം. 2 ടൈംസ് 0 to π കോസ് റേസ്ഡ് 5 എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? റീപ്ലേസിങ് എക്സ് ബൈ പൈ മൈനസ് എക്സ്.
ഇപ്പോഴത്തെ ഈ പൈ ആണ്. അപ്പം എക്സിന് പകരം പൈ മൈനസ് എക്സ് എഴുതണം. അപ്പം ഇത് ഐ ആണ് കേട്ടോ. ഇത് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് പൈ മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ് ആണോ മൈനസ് കോസ് എക്സ് ആണോ? കോസ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാർട്ടറിലാണ് വരുന്നത്. പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് എന്ന് വേണം എഴുതാൻ. കോസ് ഓഫ് സെക്കൻഡ് ക്വാർട്ടറിൽ നിന്നാണ്. അതുകൊണ്ട് കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് റേസ്റ്റ് 5 അതിന് ശേഷം ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു പൈ മൈനസ് റേസ്റ്റ് 5 ചെയ്താൽ മൈനസ് വരും അല്ലേ? മൈനസ് റേസ്റ്റ് 5 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് റേസ്റ്റ് 5x ഡി എക്സ്. ചേഞ്ച് സംഭവിച്ചല്ലോ, സൈൻ മാറിയല്ലോ. ഇത് ഐ ആണ്. ഈ ടിക്ക് ചെയ്തത് എന്താണ്? ഐ ആണ്. ഇപ്പം കിട്ടിയിരിക്കുന്നതും ഐ തന്നെയാണ്. 2i എടുത്താലോ? ഈ ടിക്ക് ചെയ്ത രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ ക്യാൻസലായി പോയിട്ട് 0 വരും. കാരണം ഇത് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് റേസ്റ്റ് 5. ഇതാണെങ്കിൽ -2 ടൈംസ് 0 ടു പൈ കോസ് റേസ്റ്റ് 5. ഇതിൻ്റെ നേരെ നെഗറ്റീവാണിത്. അതുകൊണ്ട് ഐ പ്ലസ് ഐ ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. 2 റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ ഐ ഈക്വൽ ടു 0. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ ഐ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് 0.